ഏറ്റവും വില കുറഞ്ഞ വസ്തുവായി മാറുന്നത് ആവശ്യം കഴിഞ്ഞു കിട്ടുന്ന സഹായങ്ങളാണ്. മനസ്സിലാക്കേണ്ട സമയത്ത് മനസ്സിലാക്കുക എന്ന് പറഞ്ഞാൽ അത് മറ്റൊരാളുടെ നിശബ്ദതയെ വായിക്കാൻ കഴിയുക എന്നാണ്. എല്ലാവരും വാവിട്ട് കരയില്ല. എല്ലാവരും തങ്ങളുടെ സങ്കടങ്ങൾ വിളിച്ചു പറയില്ല. ചിലർ ചിരിക്കുമ്പോഴും അവരുടെ കണ്ണുകളിൽ ഒരുതരം മരവിപ്പ് ഉണ്ടാകും. ആ മരവിപ്പ് തിരിച്ചറിയുന്നതാണ് യഥാർത്ഥ ബന്ധം. നീ എന്തിനാണ് ഇത്ര വിഷമിച്ചിരിക്കുന്നത് എന്ന് ഒരാളോട് ചോദിക്കാൻ അവർ തകർന്നു പോകുന്നത് വരെ കാത്തിരിക്കരുത്. അവർ തളരുമ്പോൾ, വീഴാൻ തുടങ്ങുമ്പോൾ ഒന്ന് താങ്ങുക. ആ താങ്ങാണ് അവർക്ക് ലോകത്തെ മുഴുവൻ നേരിടാനുള്ള കരുത്ത് നൽകുന്നത്. ചേർത്ത് പിടിക്കുക എന്ന് വെച്ചാൽ വെറുതെ കൂടെ ഇരിക്കുക എന്നല്ല. നീ ഒറ്റയ്ക്കല്ല എന്ന ബോധം വാക്കുകളില്ലാതെ അവരുടെ ഉള്ളിലേക്ക് പകരുക എന്നതാണ്. ജീവിതത്തിലെ ഏറ്റവും കഠിനമായ പരീക്ഷണങ്ങളിലൂടെ ഒരാൾ കടന്നു പോകുമ്പോൾ ലോകം മുഴുവൻ അവരെ കുറ്റപ്പെടുത്തുമ്പോഴാണ് നിങ്ങളുടെ ചേർത്തുപിടിക്കലിന് ഏറ്റവും കൂടുതൽ മൂല്യമുള്ളത്. ആ സമയം കഴിഞ്ഞ് അവർ സ്വയം പൊരുതി ജയിച്ച് ആർക്കും തകർക്കാൻ കഴിയാത്ത വിധം കരുത്തരായി മാറിക്കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ നൽകുന്ന പിന്തുണ അവർക്കൊരു ബാധ്യതയായി മാത്രമേ തോന്നൂ. സ്നേഹം എന്നത് ഒരു നിക്ഷേപമല്ല, അത് ഒരു ഒഴുക്കാണ്. അത് കൃത്യസമയത്ത് ഒഴുകണം. അണക്കെട്ട് തുറന്നു വിടുന്നത് പോലെ എല്ലാം അവസാനിച്ച ശേഷം സ്നേഹം ഒഴുക്കിയാൽ അത് വലിയൊരു പ്രളയമായി മാറി അവശേഷിക്കുന്നതിനെ കൂടി നശിപ്പിക്കുകയുള്ളൂ. നമ്മൾ സ്നേഹിക്കുന്നവർ ഇന്ന് നമ്മുടെ കൂടെയുണ്ട് എന്നത് ഒരു വലിയ ഭാഗ്യമാണ്. ആ ഭാഗ്യത്തെ നാം നിസ്സാരമായി കാണരുത്. നാളെ എന്നൊന്നുണ്ടാകുമോ എന്ന് ആർക്കും അറിയില്ല. അതുകൊണ്ട് ഇന്ന് ഈ നിമിഷം അവർക്ക് നിങ്ങളെ ആവശ്യമുണ്ടോ എന്ന് നോക്കുക. പലപ്പോഴും നമ്മെ തടയുന്നത് നമ്മുടെ ഈഗോയാണ്. അവർ ഇങ്ങോട്ട് ചോദിക്കട്ടെ, അവർക്ക് അതിന്റെ ആവശ്യമില്ലായിരിക്കും എന്നൊക്കെ കരുതി നാം മാറി നിൽക്കും. എന്നാൽ സ്നേഹത്തിന് ഭാഷയൊന്നുമില്ല, അതിന് അഹങ്കാരവുമില്ല. ആവശ്യമുള്ള നേരത്ത് ഓടിയെത്തുന്നവനാണ് ദൈവത്തെ പോലെ പ്രിയപ്പെട്ടവനാകുന്നത്. വൈകിയെത്തുന്നവൻ കേവലം ഒരു കാഴ്ചക്കാരൻ മാത്രമാണ്. ഓർക്കുക, ഹൃദയങ്ങൾ മരവിച്ചു പോകാൻ അധികം സമയം വേണ്ട. ഒരിക്കൽ മരവിച്ച ഹൃദയത്തെ വീണ്ടും ചൂടുപിടിപ്പിക്കുക എന്നത് അസാധ്യമായ കാര്യമാണ്. അതുകൊണ്ട് കൂടെയുള്ളവരെ ശ്രദ്ധിക്കുക. അവരുടെ ചെറിയ പിണക്കങ്ങൾ, വലിയ സങ്കടങ്ങൾ, പറയാതെ പറയുന്ന വാക്കുകൾ, ഇതൊക്കെയും അർഹിക്കുന്ന ഗൗരവത്തോടെ കാണുക. വൈകിപ്പോയ സഹായത്തെക്കാൾ നല്ലത് ഒരിക്കലും വരാതിരിക്കുന്ന സഹായമാണ്. കാരണം അത് ആ വ്യക്തിയെ വീണ്ടും വേദനിപ്പിക്കില്ല. സ്നേഹിക്കാൻ സമയം കണ്ടെത്തുക, മനസ്സിലാക്കാൻ മനസ്സ് കാണിക്കുക, ചേർത്ത് പിടിക്കാൻ മടി കാണിക്കരുത്. അതാണ് ഒരു മനുഷ്യൻ മറ്റൊരു മനുഷ്യന് നൽകേണ്ട ഏറ്റവും വലിയ നീതി. ജീവിതം വൈകിയെത്തുന്ന ട്രെയിൻ പോലെയാകരുത്. ആരും കാത്തു നിൽക്കാതെ പോയി കഴിഞ്ഞിട്ട് സ്റ്റേഷനിൽ വന്നിട്ട് കാര്യമില്ലല്ലോ. ഈ ചിന്തകൾ നിങ്ങളുടെ മനസ്സിൽ ഒരു ശാന്തമായ കടൽ പോലെ അലയടിക്കട്ടെ. സ്നേഹിക്കേണ്ടവരെ സ്നേഹത്തോടെ തന്നെ നോക്കാൻ ഇത് നിങ്ങളെ പ്രേരിപ്പിക്കട്ടെ.